കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ട് ചൈനയുമായി ഇന്ത്യ കൂട്ടുകൂടുന്നത്. അല്ല, കോൺഗ്രസ് പറയുന്നത് എന്തിനാണ് ചൈനയുമായി നമ്മൾ കൂട്ടുകൂടുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, റഷ്യയുമായി ഓക്കെ, ചൈനയുമായി നമ്മൾ കൂട്ടുകൂടേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷെ തരൂർ പറയുന്നു എന്താണ് അതിൽ തെറ്റ്, ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ആ കൂട്ടുകെട്ടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് എന്തോ പറയട്ടെ, അതെൻ്റെ വിഷയമല്ല, പക്ഷെ ഞാൻ അത് സ്വാഗതം ചെയ്യുകയാണ്, അത് ശരിയായ തീരുമാനമാണ് എന്നുള്ളത്. ഇപ്പോഴും കോൺഗ്രസും തരൂർ രണ്ടും രണ്ട് തട്ടി തന്നെയാണ്. ഈ വിഷയത്തിൽ തരൂരും കോൺഗ്രസും രണ്ട് തട്ടിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് സാമാന്യവൽക്കരിക്കാൻ പറ്റുന്നൊരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പല ഘട്ടങ്ങളിലും ഡിസ്കഷൻസ് നടത്തുന്ന സമയത്ത് തരൂര് കോൺഗ്രസിനെതിരെ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് പറഞ്ഞ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കാറുണ്ട്. പക്ഷേ ഈ വിഷയം അങ്ങനെയല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം പുതിയ ലോകക്രമം എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്, ആ രൂപപ്പെട്ടു വരുന്ന ലോകക്രമത്തിൽ എന്നുവെച്ചാൽ വേൾഡ് ഓർഡറിൽ ഇന്ത്യയുടെ പൊസിഷനിങ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു നാഷണൽ ക്വസ്റ്റ്യനാണ്. അതിൽ കോൺഗ്രസ് എന്തിനാണ് മറ്റ് വിഷയങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ഉള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് നല്ലതാണ്. കാരണം എന്താണ്, ഈ മൾട്ടി ലെയർ ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിത്തറ എന്ന് പറയും. പക്ഷേ ഇവിടുത്തെ ഒരു നാഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അമേരിക്ക നമുക്കെതിരെ കനത്ത നികുതി അടിച്ചേൽപ്പിച്ച് നമ്മുടെ വ്യാപാര ഇടനാഴികൾ അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് അതിനെ തിരിച്ച് പ്രതിരോധിക്കേണ്ടത്? നമുക്ക് കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്താണെന്ന് നോക്കും. അപ്പോഴാണ് നമ്മളെപ്പോലെ അടികൊണ്ടിരിക്കുന്ന ചൈന, നമ്മളെപ്പോലെ അടികൊണ്ടിരിക്കുന്നതായിട്ടുള്ള റഷ്യ, അവരെ ഒരുമിച്ച് നിൽക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ ആഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കാനായിട്ട് പറ്റുന്നതാണെന്ന് കരുതുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു പ്രായോഗിക സമീപനം എന്ന് പറയുന്നത് എന്തായിരിക്കണം, അതിനെയാണ് തരൂർ ന്യായീകരിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും നല്ല, ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രായോഗിക രാഷ്ട്രീയ നിലപാടാണ്, പ്രായോഗിക നയതന്ത്രമാണ്. എന്ത് അമേരിക്ക നമ്മളിങ്ങനെ പെരുമാറുന്ന സമയത്ത് അമേരിക്കക്കെതിരെ ഒരു ബദൽ സംവിധാനം എന്ന നിലയ്ക്ക് ചൈനയും റഷ്യയും ഒരുമിപ്പിച്ചിറക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യാം എന്ന് പറയും. അത് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കുറച്ചു കാലമായിട്ട് വളരെ മോശമാണ്. പ്രത്യേകിച്ച് 2020 ഗാൽവൻ താഴ്വരയിൽ നടന്ന മുഷ്ടി യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചും പിച്ചിയും കുത്തിയും ഒക്കെ നടക്കുന്ന പരിപാടിയാണ്. 20 പട്ടാളക്കാർ ഇന്ത്യയുടെ മരിച്ചുപോയത്. അത് മാത്രമല്ല, ഗാൽവൻ താഴ്വരയിൽ കുറേ പ്രദേശമൊക്കെ ചൈനയുടെ കസ്റ്റഡിയിലാണ് എന്നാണ് കരുതപ്പെടുന്നത്. അരുണാചൽ പ്രദേശിലും അങ്ങനെ നടക്കുന്നത്. ഈ പ്രശ്നം കുറേ കാലമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന അന്ന് മുതൽ തുടങ്ങിയ ഗുസ്തിയാണ്. പല സമയത്തും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും പോലെ നടക്കും. ആ പ്രശ്നത്തെ ഫ്രീസറിൽ വെക്കാൻ നോക്കും. ആ പ്രശ്നത്തെ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലത്തൊക്കെ നമുക്ക് രണ്ടുപേർക്കും സുല്ലിട്ട് നിൽക്കാം എന്ന് മോദിയും അതേപോലെ തന്നെ ഷി ജിൻപിങ്ങും പറഞ്ഞു. അതെ, അതുകൊണ്ടാണ് അവർ പട്ടാളക്കാരെ അവിടെ നിന്ന് മുഴുവൻ അവർ വലിച്ചു. ഇനി ഇതുകൊണ്ട് കുറെ കഴിയുന്ന സമയത്ത് അവർ വീണ്ടും മാന്തം വരില്ലെന്ന് കരുതേണ്ട കാര്യമില്ല. നമ്മളത് പ്രതീക്ഷിക്കണം. അത് അതിർത്തി പ്രശ്നം എന്നാലൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം എന്താണ് ഷീ പറയുന്നത്, നമുക്ക് സൗഹൃദത്തിൽ പോകാം, അമേരിക്കക്കിട്ട് അടി കൊടുക്കുക. അതാണ് ഏറ്റവും സ്വീകാര്യമായ നയതന്ത്ര സമീപനം. ഇപ്പോൾ അതാണ് മോദി മുന്നോട്ട് വെക്കുന്നത്. മോദി സ്വീകരിക്കുകയും മോദി ഇന്ത്യയുടെ വളരെ കരുത്താർന്ന പല പ്രശ്നങ്ങളും ആ സമ്മിറ്റിൽ ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട്, ഭീകരവാദത്തിൻ്റെ ഇരയായ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന പ്രഖ്യാപനം, അതൊക്കെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. അതുകൊണ്ടത് ലോക ശ്രദ്ധയിൽ ഇന്ത്യയുടെ ശബ്ദത്തിനാണ് മേൽക്കൈ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ് അവിടെ കീഴടങ്ങിയ ഒരു പ്രശ്നവും നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ അമേരിക്കക്കെതിരെ മറ്റെന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അമേരിക്ക പറയുന്നതൊക്കെ കേട്ട് അതിൻ്റെ പിന്നാലെ നടക്കുക. എന്നുവെച്ചാൽ അമേരിക്ക പറയാണ് നിങ്ങൾ എണ്ണ വാങ്ങരുത് റഷ്യയിൽ നിന്ന്. അത് കേൾക്കലാണോ നമ്മളുടെ നയതന്ത്രം? അല്ല. നമുക്ക് ലാഭകരമായിട്ടുള്ള കാര്യം എന്താണോ അത് നിർവഹിക്കുന്നത്. ഇപ്പം മാർക്കറ്റാണ് നമ്മുടെ മുന്നിൽ ആവശ്യം. അപ്പോൾ വിവിധ രാഷ്ട്രങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി നല്ല രീതിയിൽ മാർക്കറ്റ് കണ്ടെത്തി നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളതാണ്. ഈ കോൺഗ്രസിൻ്റെ ചില നിലപാടുകൾ ഇപ്പോൾ ഇത് രാജ്യ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. രാജ്യത്തിൻ്റെ ഇപ്പോൾ അമേരിക്ക തീരുവ ഉയർത്തിയപ്പോൾ പല മേഖലകൾ, തുണിത്തരങ്ങളിലെ മേഖലകളിലാണെങ്കിലും സമുദ്ര ഉൽപ്പാദന മേഖലയിൽ, അങ്ങനെ പലതരം മേഖലകളിൽ
രാജ്യത്തിനൊരു പ്രതിസന്ധി ഉണ്ടാകാം, കുറേ ആളുകളുടെ ജോലി പോകാം, തൊഴിലില്ലായ്മ ചിലപ്പോൾ കൂടാം, അങ്ങനെ കുറേ പ്രതിസന്ധികൾ രാജ്യത്തിനുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ രാജ്യം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഒരു ഭരണാധികാരി ചിന്തിക്കേണ്ടത്. കൃത്യമായി ചിന്തിച്ച് നരേന്ദ്രമോദി നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി മാക്സിമം കഷ്ടപ്പെടാനുള്ളത് ഇന്ത്യൻ സർക്കാർ കഷ്ടപ്പെടുന്നുമുണ്ട്. ഈ ഒരു സമയത്ത് കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്, രാഷ്ട്രീയം പറയുകയാണോ ചെയ്യേണ്ടത്? അല്ല, ഇതിപ്പോൾ ഒരു എന്താണ്, അമേരിക്കയുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടെന്ന് പറയുന്നതിനിടയിൽ അവരുടെ എന്താണ് ഈ നാഷണൽ എക്കണോമി എന്ന് പറയുന്നതിന് വലിയ പ്രാമുഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ സാമ്പത്തിക ദേശീയത എന്നതാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം. അപ്പോൾ സാമ്പത്തിക ദേശീയത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും നമുക്ക് വലിയ പെരുക്കുണ്ടാക്കുന്നതാണ്. എങ്കിൽ നമ്മളതിനെ പ്രതിരോധിക്കണം. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താണ്? അത് മുന്നിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നതായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത്. അതാണ് നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്യുന്നത്. ഈ സമയത്ത് അതിനെ എതിർക്കുന്നതിൽ വലിയ പ്രസക്തിയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുകയോ ചെയ്യാം. അതിന് പകരമായിട്ട് അതിനെ എതിർക്കുന്നൊരു സമീപനം എടുക്കുമ്പോൾ അത് കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. അതാണ് തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയത്തിൽ അങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് തരൂരിൻ്റേത്. പൊതുവെ അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവന നമ്മൾ കണ്ടത് എന്താണ്? CPIയും CPM ഒക്കെ എന്ത് ചെയ്തു? ചൈനയുമായിട്ടുള്ള പുതിയ ബന്ധത്തെ എന്ത് ചെയ്തു? സ്വാഗതം ചെയ്തു. BJP സ്വാഗതം ചെയ്തു. ആകെ സ്വാഗതം ചെയ്ത് നിൽക്കുന്നത് കോൺഗ്രസ് മാത്രമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്നത് BJP ആണ്, അതിൻ്റെ നേതാവ് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലക്കുള്ള അഭിപ്രായ പ്രകടനമായിട്ട് ആ അഭിപ്രായ പ്രകടനം മാറുകയാണ് ചെയ്യുന്നത്. അത് അപകടകരമാണ്. അതാണ് ശശി തരൂർ അക്കാര്യത്തിൽ എതിർത്തിരിക്കുന്നത്. മറ്റു പല എതിർപ്പുകളും തികച്ചും വ്യത്യസ്തമാണ് ഈ എതിർപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്ന് നമുക്കറിയാം. മാത്രമല്ല അദ്ദേഹം ഈ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് കുറച്ചും കൂടി അക്സെപ്റ്റബിളാണ്, സ്വീകാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇത്തരം നിലപാടുകൾ തുറന്നു പറയുമ്പോൾ വീണ്ടും ശശി തരൂരിൻ്റെ അവസ്ഥ ഗുരുതരമാവുകയല്ലേ കോൺഗ്രസിനുള്ളിൽ? അല്ല, ശശി തരൂർ ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് പുറത്തു കടന്നു കഴിഞ്ഞു. കാരണം നേരത്തെ ശരിയാണ്, ഇപ്പോൾ എന്താണ് തൊട്ടപ്പൊട്ടും സോപ്പ് കുമ്പള എന്ന നിലക്ക് നിന്നിരുന്ന അത് മാറി. കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് താൻ എന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞു. ഇനി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ശശി തരൂരിനെതിരെ നടപടി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ശശി തരൂരിന് പ്രത്യേക സ്ഥാനമൊന്നും ചിലപ്പോൾ കോൺഗ്രസ് കൊടുക്കാൻ പോകുന്നില്ല. തരൂർ ഇങ്ങനെ കോൺഗ്രസിൻ്റെ അരിയിൽ നിന്ന് സഞ്ചരിക്കട്ടെ. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജീപ്പിനകത്ത് രാഹുൽ ഗാന്ധിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ വണ്ടിയുമേ പിടിച്ച് ശശി തരൂരിന് എന്ത് ചെയ്യാം, നടന്നു. ആ ഒരു പൊസിഷനിലേക്കാണ് തരൂർ എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ അഭിപ്രായ പ്രകടനം നടത്താനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അയാൾ നേടിയെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് നിരന്തരമായിട്ട് അദ്ദേഹത്തിന് തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് കാതലായ ഒരു സ്ഥാനവും കോൺഗ്രസ് നൽകാനായിട്ടുള്ള സാധ്യതയില്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. തരൂർ വേറെ എങ്ങോട്ടും ഒളിച്ചു പോകാനോ സാധ്യതയില്ല എന്ന് ഞാൻ കരുതുന്നു. തരൂർ ഇങ്ങനെയോ ഇതാണ് തരൂർ എന്ന് തരൂർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.